പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും കൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാര്, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെന്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാ സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും
ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഡെയിലി ബ്രെഡിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നവർ പലരും ഡെയിലി ബ്രെഡ് റെഫർ ചെയ്യുന്നുണ്ട്. ഇന്നലെയും കൊണ്ട് ഒരാൾ റെഫർ ചെയ്തു. എന്നുവെച്ചാൽ അവർക്ക് ഗേറ്റ് വെക്കാൻ പറ്റണില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡിൽ ഇടയ്ക്ക് പറയാറില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലുമായിട്ട് ആ സ്ഥലത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുകയും ഡെയിലി ബ്രെഡ് കൂടുകയും അതിൻ്റെ പ്രാർത്ഥനയുടെ ആശീർവാദത്തിൻ്റെ സമയത്ത് ആ സ്ഥലത്ത് നിങ്ങൾ പോയി ആ സ്ഥലത്തെ ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഇന്നലെ അങ്ങനെ ഒരു സാക്ഷി നല്ല വന്നത് എന്താ വെച്ചാൽ അവർ വർഷങ്ങളായിട്ട് അവർക്ക് പല തടസ്സങ്ങളും പല ശത്രുതയും കാരണം പലരുടെയും ശത്രുത കാരണം ഗേറ്റ് വെക്കാൻ പറ്റണില്ലായിരുന്നു. 8 ദിവസം ഈ ഡെയിലി ബ്രെഡ് കഴിഞ്ഞതിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച ആ സമയത്ത് 8 ദിവസങ്ങൾക്കുള്ളിൽ ആ തടസ്സന്മാർ ഒരു ഗേറ്റ് വെച്ചു. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അത് നമ്മുടെ ഇപ്പം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് എന്ത് തോന്നിയെന്നാണ് പറയണത്? കരുതൽ തോന്നി അല്ലേ? അവരോട് അനുകമ്പയാണ് തോന്നിയത്. അത് വായിച്ചത് മത്തായി 9:36. മത്തായി 9:36. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ അതായത് ദൈവത്തിന് നമ്മളോട് അനുകമ്പ തോന്നുമ്പോൾ തന്നെ ആ ലൈഫ് സിറ്റുവേഷൻ ചേഞ്ചാകുക. എന്താണ്? അവിടെ വിശപ്പ് മാറി. അവിടെ വിശപ്പ് അന്വേഷിക്കാനും കേൾക്കാനും തിരക്കാനും ഒക്കെ ഒരാളുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളുടെ എല്ലാത്തിൻ്റെ ഒരു ഇൻ്റർലോക്ക് വചനങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു കാര്യം ചെയ്താൽ ഉടനെ ദൈവം അത് പറഞ്ഞില്ലെങ്കിലും പ്രതീക്ഷിക്കണ എന്താണെന്ന് വെച്ചറിയാം, അത് മറിച്ച് നമ്മളും ചെയ്യണമെന്നാണ്. പക്ഷെ അത് ഭയങ്കര ദൈവം ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ഒരു ഇൻ്റർലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് മറിച്ച് പരസ്പരമാണ് ഈ വിഷയം. അതായത് നമ്മളും അതുപോലെ ചെയ്യണമെന്നാണ്. അതല്ലേ നീയും പോയി അതുപോലെ ചെയ്യാനൊക്കെ ഈശോ പറയത്തില്ലേ? അതിനടുത്ത് ലൂക്ക 10:37. ലൂക്ക 10:37. യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക. നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പം നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പം ദൈവം ഉദ്ദേശിക്കണത്, ദൈവം എന്തെങ്കിലും വചനം പറഞ്ഞാൽ നമ്മളത് കേൾക്കുക മാത്രമല്ല, നമ്മൾ തിരിച്ച് മറ്റുള്ളവരോടും ഇനി ദൈവത്തോടും അതുപോലെ തന്നെ ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഡാലി, ആലുവയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 ഫെബ്രുവരിയിലാണ്. 2 പ്രാവശ്യം പുതുക്കി 6 നിയോഗങ്ങൾ എഴുതി. ചിലതൊക്കെ സാധിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നില്ല. കാരണം ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കൃത്യമായി ആത്മാർത്ഥമായി ഞാൻ പാലിച്ചിരുന്നില്ല. അപ്പോഴേക്കും കോവിഡ് കാലം വന്നു. ഇവിടെ വരാനോ ഉടമ്പടി പുതുക്കാനോ ഒന്നും സാധിച്ചില്ല. കോവിഡ് മാറി ഞാൻ 3-ാം പ്രാവശ്യം ഉടമ്പടി പുതുക്കി. അപ്പോൾ അതിൽ ഞാൻ ചില കാര്യങ്ങൾ വീണ്ടും വച്ചിരുന്നു. അതിൽ ഒരു കാര്യം പ്രത്യേകം വെച്ചിരുന്നത് എൻ്റെ മകൻ. ഈ മകന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മകൻ്റെ ഒരു കാര്യം സാധിച്ചതിനാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നത്. മകൻ പഠിക്കാനായിട്ട്
ന്യൂസിലാൻഡിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ബിടെക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ന്യൂസിലാൻഡിൽ പോയിരുന്നു. ന്യൂസിലാൻഡിൽ പോയിട്ട് 1 വർഷത്തെ കോഴ്സാണ്, ഒരു ഡിപ്ലോമ കോഴ്സ് പഠിച്ചു. അത് 1 വർഷം പഠിച്ചെങ്കിലും പിന്നീട് 1 വർഷം കൊണ്ട് പഠിക്കാനുണ്ടായിരുന്നു. വീട്ടിലെ മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് അത് തുടരാൻ സാധിച്ചില്ല. അങ്ങനെ വീണ്ടും വന്ന് അവൻ പല ജോലിയിലും കയറിയെങ്കിലും അതൊന്നും പറ്റിയിരുന്നില്ല, നല്ലതൊന്നും ആയിരുന്നില്ല. അതിനുശേഷം ബിടെക് കുറച്ച് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായത് പാസ്സായി. അത് പാസ്സായി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നിയോഗത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു മകന് വിദേശത്ത് പോകണമെന്നുള്ളൊരാഗ്രഹം. ആദ്യത്തെ നിയോഗത്തിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടത്തി തരുമെന്ന്. അങ്ങനെ 3-ാം പ്രാവശ്യം പുതുക്കിയപ്പോൾ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. 3-ാം പ്രാവശ്യം കോവിഡ് കഴിഞ്ഞ് പുതുക്കിയപ്പോൾ എന്നോട് സിസ്റ്റർ ചോദിച്ചു, 4-ാം പ്രാവശ്യവും പുതുക്കി. സിസ്റ്റർ ചോദിച്ചു, ഇതുവരെ ഇനിയും പുതുക്കണമെന്നുണ്ടെങ്കിൽ സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടുന്ന് 4-ാം പ്രാവശ്യം അത് മാതാവിൻ്റെ അടുത്ത് വീണ്ടും ഞാനൊന്നുകൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു അത്ഭുതം പോലെയായിരുന്നു. മകന് പോകാനായിട്ട് ഒരു അവസരം, അയർലൻഡിൽ അവസരം ലഭിച്ചു. ആദ്യം കാനഡയാണ് വിചാരിച്ചിരുന്നത്, എന്നാൽ അവസാനം അയർലൻഡിലേക്ക് പോകാനായിട്ടൊരു അവസരം ലഭിച്ചു. അതിന് ആദ്യത്തെ കടമ്പയായി IELTS പാസ്സാകണം. അപ്പോൾ ഈ IELTS പാസ്സാകാനായിട്ട് പഠനം തുടങ്ങി. ആത്മാർത്ഥമായിട്ട് തന്നെ പഠിച്ചു. പിന്നെ ഓരോ പഠിക്കുമ്പോഴും മറ്റെല്ലായ്പ്പോഴും ഞാനും കാശുരൂപം വെച്ച് അവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയും, അവനും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് പോയപ്പോഴും കാശുരൂപം കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഓവറോൾ 7.5 എല്ലാ മൊഡ്യൂളിലും 6.5 കുറയാത്ത മാർക്കും ലഭിച്ചു. അങ്ങനെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെയും അവിടെ നിന്നങ്ങോട്ട് പല തടസ്സങ്ങളും ഉണ്ടായെങ്കിലും അതൊക്കെ മാതാവ് ക്രമീകരിച്ച് മുന്നോട്ട് പോയി. ഈ ഡിസംബർ 27 വിസയ്ക്ക് ഫയൽ ചെയ്തു. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. അതായത് വേഗം, സമയം വൈകാതെ, അങ്ങനെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവ് 11-ാം ദിവസം വിസ അപ്രൂവലാക്കി തരികയും അടുത്ത ആഴ്ച 26-ാം തീയതി മകന് അയർലൻഡിൽ ഒരു മാസ്റ്റർ ഡിഗ്രി എടുക്കാനായിട്ട് അനുവദിക്കുകയും ചെയ്തു. അതോടൊപ്പം മറ്റൊന്നുകൂടി, എൻ്റെ മകൾക്ക് ഒരു കുട്ടിയുണ്ട്. രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവൾക്ക് അത് സാധിച്ചു. അവൾ പ്രഗ്നൻ്റായി. എന്നാൽ ഗർഭധാരണം മുതൽ തന്നെ പല അസ്വസ്ഥതകളും ഓരോരോ കുഞ്ഞു പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നു. അത് പ്രാർത്ഥിച്ച് തന്നെ മാറിക്കിട്ടി. എന്നാൽ പ്രസവത്തിൻ്റെ ഡേറ്റിന് 5 ദിവസം മുൻപ് മകളും ഭർത്താവും കോവിഡ് ബാധിതരായി. അത് ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു. ഞങ്ങൾ വീണ്ടും മാതാവിനോട് കാശുരൂപം വെച്ചും ജപമാല ചൊല്ലിയും വിശ്വാസ പ്രമാണം ചൊല്ലിയും അതുപോലെ മറ്റെന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നെല്ലാം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച 17-ാം തീയതി രണ്ടാമതൊരു കുഞ്ഞിനെ തന്ന മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈശോനും മാതാവിനും നന്ദി പറയുന്നു. അതോടൊപ്പം പിന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു ആത്മീയമായ മാറ്റം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ബൈബിൾ വായന ചെല്ലുമായിരുന്നു. പിന്നെ വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും മാത്രമല്ല, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, വിഷമാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അതുപോലെ വചനങ്ങൾ എല്ലാം 41:10, യെശയ്യായുടെ പുസ്തകത്തിലെ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തനാക്കുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അതുപോലെ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാകുന്നു. ഇങ്ങനെയുള്ള വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പത്രം കൊടുക്കാനായിട്ട് പലയിടങ്ങളിലും പത്രം കൊടുക്കാറുണ്ട്. നടന്ന് കുറേ ദൂരങ്ങളൊക്കെ നടന്നു കൊടുക്കാറുണ്ട്. ഒരിക്കൽ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ 2 പേരുടെ അടുത്ത് 4 പേരുടെ അടുത്ത് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ പറയും, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഞാനൊരു ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ വാങ്ങിച്ചില്ല, വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വാങ്ങാതെ ഇരുന്നതിന് കാരണം എൻ്റെ കയ്യിലുണ്ട്, ഇത് മറ്റാർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്കും കൂടി ഇത് അനുഗ്രഹമായി തീരുമല്ലോ.
അങ്ങനെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം, ഈ ഉടമ്പടി ഒരു ജീവിത ശൈലിയായി മാറിയിരിക്കുകയാണ്. അതിന് ഇത്രയും ജനങ്ങളെ പ്രാർത്ഥിക്കാൻ, ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ജോസഫ് അച്ഛന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അതുപോലെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ കുറച്ച് കാലമായിട്ട് എല്ലാ മാസവും ഒരു ദിവസം 8 മുതൽ 12 വരെ ഉള്ള ആളുകൾക്ക് ഭക്ഷണം വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഞങ്ങളത് കൊടുക്കുമായിരുന്നു. അതിന് ഞങ്ങൾ ഹസ്ബൻഡും മകനും ഒക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാറുള്ളത്. അപ്പോൾ 1-2 പ്രാവശ്യം ഓരോ സ്ഥാപനത്തിൽ ചെന്ന് കൊടുത്തു. എന്നാൽ അവിടെയൊക്കെ ഇത് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തോന്നി അതിനേക്കാൾ കൂടുതലായിട്ട് ഈ വഴിയരികിൽ ഇരിക്കുന്നുണ്ട്, ഒരു വീടും ഇതൊന്നും ഇല്ലാത്ത ആളുകൾ വളരെ ദയനീയമായ അവസ്ഥയിൽ കാണുമ്പോൾ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം, അതാണ് നമ്മുടെ മനസ്സും കണ്ണും ഒരുപോലെ നിറയ്ക്കുന്നത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും അനുഗ്രഹം ലഭിക്കുമെന്ന് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഇതൊരു പുണ്യസ്ഥലമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഇനി എൻ്റെ മകനെ പറയാനുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ അമ്മ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അതിൽ കൂടുതലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. ആ സമയത്തൊന്നും ഞാൻ പ്രാർത്ഥനയിലോട്ട് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തോട്ട് ഞാൻ ആത്മീയമായിട്ടോ അതോ കൂടുതൽ ഡീപ്പായിട്ടോ ഞാൻ അതിനകത്ത് പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ ന്യൂസിലാൻഡ് പോയി തിരിച്ചു വന്നതിന് ശേഷം ഞാനൊരു പല ജോലിക്കും കയറുമായിരുന്നു. പക്ഷേ ജോലികളൊന്നും എനിക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ സാധിക്കാനോ അവിടെ നല്ലൊരു ശമ്പളമോ എനിക്കൊന്നും തരാൻ ആരും റെഡി ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോരോ ജോലികൾ മാറി. അത് കഴിഞ്ഞ് ഇപ്പോൾ പുറത്തോട്ട് എനിക്ക് ബിടെക് എഴുതിയെടുക്കാനായിട്ട് ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ബിടെക് എഴുതിയെടുക്കാനായിട്ട് എനിക്ക് രണ്ടാമതൊരു അവസരം മാതാവ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എപ്പോഴും പറയുമായിരുന്നു, അത് മാതാവ് ഇങ്ങനൊരു അവസരം നിനക്ക് ഒരിക്കലും കിട്ടില്ല, അത് ഞാൻ പ്രാർത്ഥിച്ച് തന്നെ നേടിയതാണ്, അപ്പോൾ അത് നീ വെറുതെ കളയരുത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഞാൻ ബിടെക് പാസ്സാവാത്തതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. എപ്പോഴും ഭയങ്കര ടെൻഷൻ. അപ്പോൾ പലപ്പോഴും കുറേ നാളുകൾക്ക് ഞാൻ ആ ടെൻഷനിൽ നിന്ന് ഒഴിവാകാനായിട്ട് പല സ്ഥലങ്ങളിൽ പോവും, കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മനസ്സിലായി അത് ഞാനിങ്ങനെ ഒരു തരത്തിലുള്ള എസ്കേപ്പിസം അല്ലെങ്കിൽ ഒഴിവാവലുകളാണ് എന്നെനിക്ക് മനസ്സിലായി തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ അപ്പോൾ എനിക്ക് പല സമയത്തും ഇങ്ങനെ ഈ ടെൻഷനും ഇങ്ങനത്തെ പുതിയ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് വയറിന് ഇങ്ങനെ അപ്സെറ്റ് ആവുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണെന്ന് വിചാരിച്ച് ഞാൻ ഡോക്ടറിനെ കാണാൻ പോയി. ഡോക്ടർ ഒരു ഗ്യാസ്ട്രോളജിസ്റ്റിനെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ ഫുൾ ചെക്കപ്പ് ചെയ്തു, എല്ലാം ചെയ്തു. ഡോക്ടർ പറഞ്ഞു, നിനക്ക് വയറിനോ നിനക്ക് ശാരീരികമായിട്ടൊരു പ്രശ്നമില്ല, പക്ഷേ ഇതെല്ലാം നിൻ്റെ ടെൻഷനാണ്. അപ്പോൾ ടെൻഷൻ നീ തന്നെ ഹാൻഡിൽ ചെയ്യണം, അതിന് നീ ഒരു വഴി കണ്ടെത്തിയേ പറ്റുള്ളൂ, അത് നിനക്ക് തന്നെ ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങി ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. ഈ ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് അത് വല്ലാത്തൊരവസ്ഥയാണ്. അതെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ചില സമയത്ത് ടെൻഷൻ കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല. പേടി കാരണം ഞാൻ അതിൽ നിന്ന് ഒഴിവാകും, എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകും. പക്ഷേ ഈ ബിടെക് എഴുതിയെടുക്കാനായിട്ട് എനിക്കൊരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് അത് എഴുതിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് എങ്ങനെയോ അതെൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ആ ഒരു സംരംഭം അതിന് ഞാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സറിഞ്ഞ് ഞാനതിന് അധ്വാനിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥന കുറച്ചും കൂടി ശക്തമാക്കിയായിരുന്നു, പഴയതിനേക്കാളും കുറച്ചും കൂടി ശക്തമാക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് അതിനുള്ള അനുഗ്രഹങ്ങൾ കിട്ടി തുടങ്ങി. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശ്വാസം വന്നു തുടങ്ങിയായിരുന്നു. പക്ഷേ ടെൻഷനും കാര്യങ്ങളും കാരണം എനിക്ക് കൂടുതലായിട്ട് പ്രാർത്ഥനയിലോട്ട് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നേരത്ത് ടെൻഷൻ വരുമ്പോൾ ഞാൻ ദൈവമേ എനിക്കൊന്നും വരല്ലേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് ഞാൻ അതിൽ നിന്ന് ഒഴിവാവാനായിട്ടോ അല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും തീർക്കാനായിട്ടാണ് നോക്കിയിരുന്നത്. ആ ഒരു കാലഘട്ടം അത് കഴിഞ്ഞ് ഞാൻ ബിടെക് എക്സാംസ് എല്ലാം പാസ്സായി. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടും കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഞാനത് പാസ്സായി.
ആ സമയത്ത് എക്സാം എഴുതാൻ പോയപ്പോഴും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ തരണം ചെയ്ത് ഞാൻ അവിടെ പോയി എക്സാം എഴുതാൻ പോകുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടാവുമോ എന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു. ആ സമയത്ത് ടെൻഷനൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം മമ്മി എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് നിനക്ക് എന്ത് ടെൻഷൻ വന്നാലും നീ അതിനെ പിടിച്ച് നീ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എക്സാം എഴുതാൻ പോയ സമയത്തൊന്നും ഞാൻ അതിന് കാര്യമായിട്ട് ഇത് കൊടുത്തില്ല. കാരണം ഞാൻ എക്സാം എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വേറെ ചിന്ത പോകാതിരിക്കാനായിട്ട് അതിനകത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. ടെൻഷൻ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ അപ്പം തന്നെ പേപ്പേഴ്സിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സാം എഴുതാനായിട്ടുള്ള കോൺസെൻട്രേഷനിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എക്സാം പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പുറത്തോട്ട് പോകാനായിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രൊഫൈലും എക്സ്പീരിയൻസും ഇതും വെച്ച് എനിക്ക് അങ്ങനെ പുറത്തോട്ട് നല്ലൊരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലൊന്നും അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് ഏജൻസിക്കാർ പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഞാൻ പ്രാർത്ഥന ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക്